മലയാളി ഭീകരന് മാനസാന്തരം വരാൻ സാധ്യതയുണ്ടെന്നാണ് കോടതിയുടെ വിലയിരുത്തൽ. നിസാര ഭീകരനൊന്നുമല്ല, ഇറാഖിലൊക്കെ പോയി തീവ്രവാദ പരിശീലനം കിട്ടിയ കൊടും ഭീകരൻ. അയാൾ ജീവപര്യന്തം ശിക്ഷിച്ചു. പക്ഷേ അപ്പീൽ കൊടുത്തപ്പോൾ കോടതി പറയുകയാണ്, ഹൈക്കോടതി, ഇയാൾ സ്ഫോടക വസ്തുക്കളൊക്കെ വെച്ച് ഉപയോഗിച്ച് ഇറാഖിലൊക്കെ പോയി പരിശീലനമൊക്കെ കിട്ടി, IS-ൻ്റെ പരിശീലനമൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അങ്ങ് മാനസാന്തരം വന്നാലോ, അതുകൊണ്ട് ശിക്ഷ ഇളവ് കൊടുക്കാമെന്ന് തീരുമാനിച്ചു. വല്ലാത്ത വിചിത്രമായ ഒരു വിധിയാണ്. ആ വിധി വളരെ വിചിത്രമായിട്ടാണ് തോന്നുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ തീരുമാനിച്ചിട്ട് പോവാണ് IS-ൽ ചേരാൻ തീരുമാനിച്ച് ഇറാഖിലേക്ക് പോയി, രാജ്യം വിട്ടുപോയി, തുർക്കി വഴി ഇറാഖിൽ പോയി. ഇറാഖിൽ വെച്ചിട്ട് ഇയാൾക്ക് നിലത്ത് വീണ് പരിശീലനമൊക്കെ നടത്തുമ്പോൾ പരിക്ക് പറ്റുകയാണ്. പരിക്ക് പറ്റിയിട്ട് തിരിച്ചു വരികയാണ് ഇയാൾ. അതായത് മാനസാന്തരപ്പെട്ടല്ല, അവിടെ പോയി തീവ്രവാദിയാകാനുള്ള ട്രെയിനിങ്ങിനിടെ തറയിൽ വീണ് പരിക്ക് പറ്റിയപ്പോൾ ഇനി അവിടുത്തെ മിലിറ്ററി ഓപ്പറേഷൻ പറ്റത്തില്ല എന്ന് കണ്ട് അവർ തിരിച്ചയച്ചു. അവര് അവിടെ സെക്യൂരിറ്റി ഗാർഡാക്കി വെച്ചു. അയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അയാൾക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലണമല്ലോ. അപ്പോൾ അയാൾ തിരിച്ചു വന്നിട്ട് ചെന്നൈയിൽ ഇയാൾ ജോലി ചെയ്യുമ്പോൾ പിന്നെയും ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കുക ചെയ്തത്. മാനസാന്തരം വന്നില്ല. അതായത് അവർ പറഞ്ഞു, എന്നെ ഈ ആക്രമണത്തിന് പറ്റത്തില്ല, അതുകൊണ്ട് ഗാർഡ് ആവാൻ പറഞ്ഞു. പറ്റത്തില്ല, എനിക്ക് കൊല്ലുന്ന പണി തന്നെ വേണം എന്ന് പറഞ്ഞ് അവരോട് കലഹിച്ച് IS-നോട് കലഹിച്ച് ഇറാഖിൽ പോകുന്നു. എന്നിട്ട് ചെന്നൈയിൽ വന്നിട്ട് സ്ഫോടകം 50 കിലോ. അപ്പൊ അയാൾക്ക് ഒരു മാനസാന്തരം വരുന്നില്ല. NIA കോടതിയിൽ P. കൃഷ്ണകുമാർ, NIAയുടെ പ്രത്യേക കോടതി ജഡ്ജി P. കൃഷ്ണകുമാറിന്റെ വിധിന്യായം നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാം. ഒരു വിദഗ്ധനെ വിസ്തരിച്ചിട്ടുണ്ട്. ആ വിദഗ്ധൻ പറയുന്നുണ്ട്, ഇയാൾ മേടിച്ച ഈ 50 കിലോ സ്ഫോടകം വലിയ വിപുലമായ ഒരു മേഖല നശിപ്പിക്കാൻ മാത്രം പോകുന്ന സ്ഫോടകങ്ങളാണ് ഇയാൾ വാങ്ങിച്ച് ശേഖരിച്ചതൊക്കെ. ഇയാൾക്ക് മാനസാന്തരം വന്നില്ല. IS-ൽ നിന്ന് അങ്ങനെ ഇയാൾ മേടിക്കാനായിട്ട് പുറപ്പെടുന്നു എന്ന് അറിഞ്ഞിട്ടാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. വീണ്ടും എന്നെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ. ഇയാൾ തൊടുപുഴക്കാരനാണ്. നമ്മൾ ഇയാളുടെ ഇതൊന്നും പറഞ്ഞില്ല. തൊടുപുഴക്കാരൻ സുബഹാനി ഹാജ മൊയ്തീൻ ആണ് ഈ IS ഭീകരൻ. ഇറാഖിലൊക്കെ തന്നെത്താൻ ഇവിടുന്ന് ജിഹാദ് നടത്താൻ വേണ്ടി തീരുമാനിച്ചു പോയ ആൾ തൊടുപുഴക്കാരൻ സുബഹാനി ഹാജ മൊയ്തീൻ. 2020 സെപ്റ്റംബറിൽ ആണ് പ്രത്യേക കോടതി ഇയാളെ ശിക്ഷിച്ചത്. 4 കൊല്ലം മുമ്പ് ജീവപര്യന്തത്തിന് ശിക്ഷിച്ചു. ആ ജീവപര്യന്തം ഇയാൾ ഹൈക്കോടതിയിൽ പോയത് മൊത്തം ശിക്ഷ റദ്ദാക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പീലായിരുന്നു. അത് ചെയ്തില്ല ഹൈക്കോടതി. അപ്പൊ തന്നെ ഹൈക്കോടതിക്ക് ഒരു ധാരണ അതിനെപ്പറ്റി ഉണ്ടല്ലോ. ഹൈക്കോടതി ഇല്ല. പക്ഷെ ജീവപര്യന്തം എന്ന് പറഞ്ഞത് മാറ്റിയിട്ട് പരിഷ്കരിച്ചിട്ട് 10 വർഷം ശിക്ഷ നാക്കുകയായിരുന്നു. അപ്പൊ അതിനൊരു കാരണം പറയണമല്ലോ. ആ കാരണമാണ് ഇയാൾക്ക് മാനസാന്തരം വന്നേക്കാം എന്നുള്ള തോന്നൽ. പക്ഷെ അതിന്റെ കൂടെ വേണമെങ്കിൽ പറയാമായിരുന്നു, NIAയുടെയോ സേനയുടെയോ ഒക്കെ നിരീക്ഷണം ഇയാളുടെ മുകളിൽ വേണം. മാനസാന്തരം കോടതി പറഞ്ഞില്ലല്ലോ, അവർ നിരീക്ഷിക്കും എന്നുള്ളത് എനിക്കും തോന്നുന്നുണ്ട്. ഇപ്പൊ ഈ സുബഹാനി ഹാജ മൊയ്തീന് 39 വയസ്സാണ്. NIA കോടതിയിൽ കേസ് ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ IS-ൽ ചേർന്ന് ഏഷ്യൻ സൗഹൃദ രാജ്യങ്ങൾക്കെതിരെ, ഇന്ത്യയുടെ ഏഷ്യയിലെ സൗഹൃദമുള്ള സഖ്യരാജ്യങ്ങൾക്കെതിരെ യുദ്ധം നടത്തുക. അതിനു വേണ്ടിയിട്ടാണ് ഇയാൾ IS-ൽ ചേർന്ന് പോയത്. അപ്പോൾ ജസ്റ്റിസ് രാജ വിജയരാഘവൻ, KV ജയകുമാർ ഇവരാണ് ജീവപര്യന്തം പരിഷ്കരിച്ചിരിക്കുന്നത്. 2015 തുർക്കി വഴി ഇറാഖിലെത്തിയിട്ടാണ് IS-ൽ ചേർന്നത്. എന്നിട്ട് ഇറാഖിനെതിരെ യുദ്ധം ചെയ്യുകയാണ് IS. ഇതിൽ ശിക്ഷ അതിലാണ് ഇവിടെ ശിക്ഷിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയിൽ അപ്പീൽ പോയി ഇറാഖിൽ വെച്ച് പരിക്ക് പറ്റി മടങ്ങി ഇയാൾ 2,10,000 രൂപ പിഴ അടയ്ക്കണമെന്നും NIA കോടതിയുടെ വിധി ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാളെപ്പറ്റി ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഇയാളുടെ ഭൂതകാലം ക്ലീൻ ആണ്. പൂക്കളെയും പൂമ്പാറ്റകളെയൊക്കെ സ്നേഹിച്ച് നടന്ന ചെറുപ്പക്കാരനായിരിക്കും. അതെ, ഇയാളുടെ ഭൂതകാലം ക്ലീൻ ആവുന്നത് എങ്ങനെയാണ്? സത്യത്തിൽ ഇയാൾ മൊസൂളിൽ പോയി യുദ്ധം ചെയ്തതാണ്. ശരിക്കും IS-ൻ്റെ ഒക്കെ കേന്ദ്രത്തിൽ പോയി യുദ്ധം ചെയ്ത് തിരിച്ചു വന്നിട്ട് പിന്നെയും ഒരു ഭൂതകാലം അങ്ങനെ തിരിച്ചു വന്ന് ചെന്നൈയിലും ഇല്ലേ ഭൂതകാലം സ്ഫോടകം മേടിച്ചതിൻ്റെ. അല്ല, ഈ നമ്മുടെ സാധാരണ കേരള ഹൈക്കോടതിയിലെ ഒരു വിധിന്യായം ദേശീയ തലത്തിൽ
വലിയ വാർത്തയാവത്തില്ല. ഈ വിധി പക്ഷേ നാഷണൽ മീഡിയയിലൊക്കെ വലിയ വാർത്തയാണ്. വലിയ കാരണം വാർത്തയാണ്. അത് അതിനകത്തൊരു അസ്വാഭാവികത ഉണ്ടല്ലോ. ആ വിധിയോട് പൊതുവിൽ മാധ്യമങ്ങൾക്ക് അത്ര ഡൈജസ്റ്റ് ചെയ്യാത്തത് കൊണ്ടാവണം തോന്നുന്നു ഇത് വലിയ വാർത്ത. എല്ലാ ഭാഷകളിലും ഈ വാർത്ത വന്നിട്ടുണ്ട്. ഡൽഹി ഡേറ്റ് ലൈനിലൊക്കെ ഈ വാർത്ത വന്നിട്ടുണ്ട്, കൊച്ചി എന്ന് വെക്കാതെ. കാരണം പഴയ വിധിയും ഒക്കെ നോക്കിയിട്ട് അപ്പൊ NIAക്ക് തന്നെ, കേന്ദ്രത്തിൽ നിന്ന് ആഭ്യന്തര വകുപ്പിന് തന്നെ ഇതിൻ്റെ അകത്ത് എന്തോ ഒരു അസാധാരണമാണല്ലോ എന്ന് തോന്നിക്കാണും. അതൊന്നും റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല, അവർ ഫാക്ച്വലായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ NIA 2015 ശേഷം ഇയാൾ ഓവർ ആക്ട് ഒന്നും ചെയ്തതായിട്ട് NIA പറയുന്നില്ല. അങ്ങനെ ഒരു കേസ് NIAക്ക് ഇല്ല എന്നും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. 2020 വിധിക്കെതിരായ അപ്പീൽ തള്ളിക്കൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ഈ ഭേദഗതി വരുത്തിയിരിക്കുന്നത്, ജീവപര്യന്തം. അപ്പോൾ സ്ഫോടകങ്ങൾ വാങ്ങാനായിട്ട് വിപുല ശ്രമം എന്ന് NIA, ഇയാൾ ശ്രമം നടത്തിയല്ലോ ചെന്നൈയിൽ, അത് NIA പറഞ്ഞത് ഹൈക്കോടതി കണക്കിലെടുക്കുന്നു എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മാനസാന്തരം വന്നില്ല എന്നാണല്ലോ അതിൽ ധ്വനി വരുന്നത്. അപ്പോൾ ഇയാള് തെക്ക് ഭാഗത്ത്, അതായത് തെക്കേ ഇന്ത്യയിൽ 15 അംഗ IS മൊഡ്യൂളിനെ കണ്ടെത്തി പിടികൂടുമ്പോഴാണ് ഇയാൾ അന്ന് ഈ സ്ഫോടകം വാങ്ങുന്നതൊക്കെ ആയിട്ട് NIAയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അതായത് ഇയാൾ തിരിച്ചു വന്നിട്ടും തെക്കേ ഇന്ത്യയിലെ 15 അംഗ IS മൊഡ്യൂളിൻ്റെ ഭാഗമായിരുന്നു. ഇയാൾ IS വിട്ടിട്ടില്ല. ഈ തടിയന്റെ അവിടെ നസീറൊക്കെ കിടക്കുന്നില്ലേ പരപ്പനാട്. ഞാനൊരു കാര്യം ഓർത്തത്, നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സുപ്രീം കോടതിക്ക് ചില നിലപാടുകളിൽ വലിയ മാറ്റം ഉണ്ടായെന്ന് പൊതുവിൽ വിലയിരുത്തപ്പെടാറുണ്ട്. സുപ്രീം കോടതി കാരണം അതിനകത്ത് ഡൽഹിക്ക് നേരെ പാകിസ്ഥാൻ ഒരു മിസൈൽ അയച്ചിരുന്നു, നമ്മൾ ഇന്റർസെപ്റ്റ് ചെയ്ത് നശിപ്പിച്ചു. അപ്പോൾ ഡൽഹിയിൽ വന്ന് മിസൈൽ വീണാൽ സുപ്രീം കോടതി അടക്കമുള്ള സ്ഥാപനങ്ങൾ അവിടെ ഇരിക്കുന്നത്, രാഷ്ട്രപതി ഭവൻ, പ്രധാനമന്ത്രിയുടെ വസതി, പാർലമെന്റ് എല്ലാം അവിടെ ഉണ്ട്. ഒറ്റ സ്ഥലത്താണ്, ഒറ്റ മേഖലയിലാണ്. അതുകൊണ്ടായിരിക്കും അവരൊരു മിസൈൽ വിട്ടത്. പക്ഷെ അതിന് ശേഷമുള്ള സുപ്രീം കോടതിയുടെ പല വിധികളും മുൻകാലത്തെ നിലപാടിൽ നിന്ന് മാറിയിട്ടുണ്ട്. ആളുകളെ, ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കുന്ന കാര്യമാണെങ്കിലും ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ലെന്നാണ് കോടതി പറയുന്നത്. കഴിഞ്ഞ ദിവസം ശ്രദ്ധേയമായൊരു വിധി വന്നു സാർ. അതായത് നമ്മുടെ ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി തിരിച്ചു കൊടുക്കണമെന്നുള്ള ഹർജി കോടതി പറഞ്ഞു അങ്ങനൊന്നും കൊടുക്കാൻ പറ്റൂല, പഹൽഗാം നമ്മൾ കാണണം. അതുകൊണ്ട് അങ്ങനെ ഇപ്പൊ പറയുമ്പോൾ അങ്ങനെ ഒന്നും ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റില്ല. വേറൊരു കാര്യം കൂടെ ആലോചിക്കണം, ഇതേ കോടതി പറഞ്ഞത് അവിടുത്തെ രാഷ്ട്രീയം, പ്രാദേശികമായിട്ടുള്ള സാമൂഹ്യാവസ്ഥയൊക്കെ നോക്കിയിട്ട് മാത്രമേ സംസ്ഥാന പദവി കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇതേ കോടതിയാണ് അവിടുത്തെ കേന്ദ്രഭരണം അവസാനിപ്പിച്ച ഉടൻ ഇലക്ഷൻ നടത്താൻ അന്ത്യശാസനം കൊടുത്തു. അങ്ങനെ അതോടുകൂടിയാണ് സംസ്ഥാന സർക്കാർ വരികയും അവിടുത്തെ സെക്യൂരിറ്റി ഒന്ന് ലൈറ്റ് ആവുകയും ചെയ്തത്. അപ്പോൾ കോടതിക്ക് അത് മനസ്സിലായി, സുപ്രീം കോടതിക്ക് മനസ്സിലായി. പക്ഷേ മറ്റു പല കോടതികളിലും അതിൻ്റെ ഗൗരവത്തിനൊത്ത് ഉയരുന്നുണ്ടോ എന്നൊരു ആശങ്ക സ്വാഭാവികമായും ചിലപ്പോഴെങ്കിലും ഉയരുന്നുണ്ട്, അല്ലേ? അതുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഗുജറാത്ത് ഹൈക്കോടതിയിൽ നിന്നൊരു വിധി, നമ്മൾ മുത്തലാഖ് നിരോധിച്ച് കേന്ദ്രം ഇതൊക്കെ ആക്കിയില്ലേ. കഴിഞ്ഞ ദിവസം ഗുജറാത്ത് ഹൈക്കോടതിയുടെ വിധി മുത്തലാഖ് ഒറ്റടിക്ക് പറയുന്നതാണല്ലോ, തലാഖ് 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 എന്ന് പറയുന്നതോടുകൂടി ഇത് 1 മാസം കൊണ്ട് ചൊല്ലിക്കഴിഞ്ഞാലേ കുഴപ്പമില്ല, സാധുവാണെന്ന്. അപ്പോൾ കേന്ദ്രത്തിന്റെ നിയമത്തിനെ അട്ടിമറിക്കുകയല്ലേ. അങ്ങനെ ശരീരത്തിലുണ്ടെന്ന്. അപ്പം അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് വിധി വന്നിട്ടുണ്ട്. 2016 ഒക്ടോബർ 5-നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇയാളുടെ NIA ഇയാൾ വാടകയ്ക്ക് ചെന്നൈയിൽ താമസിക്കുന്ന സ്ഥലം സെർച്ച് ചെയ്തു. ഇറാഖിൽ നിന്ന് തുർക്കി വഴി ഇറാഖിലേക്ക് പോയി. ഇറാഖിൽ നിന്ന് തുർക്കി വഴി മടങ്ങിയെത്തിയിട്ട് 1 വർഷം കഴിഞ്ഞിട്ടാണ് ഇയാൾ സ്ഫോടകങ്ങൾ വാങ്ങാനായിട്ടുള്ള ശ്രമം. 2015 ഏപ്രിലിൽ പോയി ISൽ ചേരാൻ സെപ്റ്റംബറിൽ മടങ്ങി വന്നു. അപ്പോൾ UAPA പ്രകാരമാണ് കേസൊക്കെ ചാർജ് ചെയ്തിരുന്നത്. ഇസ്താംബൂളിൽ ഇയാൾ 6 ദിവസം ഉണ്ടായിരുന്നു പോകുന്ന തുർക്കി തലസ്ഥാനം. അത് കഴിഞ്ഞ് സിറിയയിൽ പോയി, പിന്നെ മൊസൂളിൽ എത്തി. 25 ദിവസം ഇയാൾക്ക് മതപരമായ ശിക്ഷണം കൊടുത്തു IS. അത് കഴിഞ്ഞിട്ട് ആയുധ പരിശീലനം 21 ദിവസം കൊടുത്തു. റിഗറസ് ആണ്. പരിശീലനത്തിനിടെ നിലത്ത് വീണാണ് പരിക്ക് പറ്റിയത്. അപ്പോഴാണ് ഗാർഡാക്കി നിയോഗിച്ചത്. അപ്പോൾ ഒരു ഷെല്ല് ഇയാളുടെ അടുത്ത് വീണിട്ട് പൊട്ടി. ഈ ഷെല്ല് പൊട്ടുന്നതൊക്കെ ആദ്യമായിട്ട് കാണുകയാണല്ലോ, തൊടുപുഴയിലൊന്നും കണ്ടുപിടിച്ചില്ലല്ലോ. അങ്ങനെ
ഇയാളുടെ അടുത്ത് ഷെല്ല് വീഴുകയും 2 പേര് കൊല്ലപ്പെടുകയും ചെയ്തു. ഇത് ഇയാൾ നേരിട്ട് കാണുന്നു, ആളുകൾ കൊല്ലപ്പെടുന്ന ആക്കാൻ. അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞ് ഇയാളെ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ IS തടവിലാക്കി ഇയാളെ. അതാണ് ഇയാൾ തിരിച്ചു വരാനൊക്കെ തീരുമാനിക്കുന്നത്. അതിടയ്ക്ക് വാർത്ത വന്നിരുന്നു, നമ്മൾ ഓർക്കുന്നുണ്ട്. അങ്ങനെ മലയാളിയെ IS തടവിലാക്കിയെന്ന് പറഞ്ഞു. 54 ദിവസം ഇയാൾ തടവിലായിരുന്നു. എന്നിട്ട് ഇയാൾ അമീറുമായിട്ട് ചർച്ച നടത്തി, അവധ പറഞ്ഞൊക്കെ അങ്ങനെയാണ് തിരിച്ചു വരാൻ അനുവാദം കിട്ടിയത്. ചെന്നൈയിൽ വാടക വീട്, പിന്നെ ജ്വല്ലറി കടയിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, ആ ജോലി ചെയ്യാണ്. അപ്പോഴാണ് ഇയാൾ ക്ലോറൈറ്റ്, സൾഫർ, അലൂമിനിയം പൊടി ഒക്കെ വാങ്ങാൻ ഓരോന്നും 50 കിലോ വീതം വാങ്ങാനായിട്ട് ശ്രമം നടത്തി NIA പിടിക്കുന്നത്. ഒരു മൊഡ്യൂള് തകർക്കാൻ ശ്രമിക്കുമ്പോൾ പിടിച്ചതാണ്. അപ്പോൾ NIA കോടതി അന്ന് പറഞ്ഞു ശിക്ഷിക്കുമ്പോൾ 2020 സാധാരണഗതിയിൽ ഉള്ള മാനസാന്തരങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്, പക്ഷെ ഇയാളുടെ കാര്യത്തിൽ അത് ബലിക്കില്ല. മാനസാന്തരം അന്ന് NIA കോടതിയും ആ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. മാനസാന്തരം വരുമോ ഇല്ലയോ? മാനസാന്തരം ഇയാളുടെ കാര്യത്തിൽ ബലിക്കില്ല. കാരണം ഇയാൾ ജിഹാദിന് വേണ്ടി നടന്ന ഒരാളാണ്. അതിനുശേഷം ഇയാൾ ഇത്രയും സ്ഫോടകം വലിയ ഏരിയ തകർക്കുമെന്ന് എക്സ്പെർട്ട് പറയുന്നു. അത് ശേഖരിച്ച ആളാണ്. മാത്രമല്ല ഇയാൾ അമേരിക്കൻ സ്നൈപ്പർ റൈഫിൾ വാങ്ങാനും ശ്രമം നടത്തി ചെന്നൈയിൽ വന്നിട്ട്. അപ്പം ഇയാൾക്ക് മാനസാന്തരം ഇയാളിൽ ഫലിക്കില്ല എന്ന് NIA കോടതി പറഞ്ഞു. പക്ഷെ മാനസാന്തരം വരാം എന്നാണ് ഹൈക്കോടതി നിരീക്ഷണം. രാജ്യത്തെ സ്ഥിതിഗതികൾ മനസ്സിലാക്കി ചില നീതിപീഠങ്ങൾക്കും മാനസാന്തരം വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.